ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഫോറക്സ് റിസർവ് ഏതാണ്ട് 700 ബില്യൺ കടന്നിരിക്കുകയാണ്. 700 ബില്യൺ US$ ക്രോസ് ചെയ്തിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ 700 ബില്യൺ US$ നമ്മുടെ റിസർവ് ബാങ്ക് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. കുറേ ഇനിഷ്യേഷൻസ് ഇതിനു വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. അത് ഫൈനാൻസ് മിനിസ്റ്ററിൻ്റെ ഭാഗത്തു നിന്നായാലും നമ്മളുടെ മൊത്തത്തിൽ നമ്മുടെ ഗവൺമെൻറ്റിന് തന്നെയാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഒഫീഷ്യലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 705 ബില്യൺ US$ സെപ്റ്റംബർ 27, 2024 കൂടി നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും ശക്തമായി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ എക്കോണമി. അപ്പോൾ അതിൽ ഫോറിൻ റിസർവ് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ റുപ്പീസിനെ ഏറ്റവും കൂടുതൽ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു സാധനമാണ് ഈ ഫോറക്സ് എന്ന് പറയുന്നത്. ഈ ഫോറിൻ കറൻസി നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചിലവാക്കുമ്പോഴാണ് നമ്മളുടെ കറൻസിയുടെ മൂല്യം കൂടുതൽ ഇടിഞ്ഞു പോകുന്നത്. നമ്മൾ കൂടുതൽ ഫോറിൻ റിസർവ് കരുതി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ പൊട്ടൻഷ്യലി നമ്മുടെ കറൻസി സ്റ്റേബിളായിട്ട് നിർത്താൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ ഒരു നിശ്ചിത തോതിൽ നമുക്ക് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് വെസ്റ്റേൺ മീഡിയാസിലൊക്കെ അപ്രീഷിയേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബാങ്ക് ഓഫ് അമേരിക്ക US നിന്ന് പറഞ്ഞിരിക്കുന്നത് അത് 2026 ഇതൊരു 725 ബില്യൺ കടക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. 25 ബില്യൺ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ കാൽക്കുലേഷൻസ് ഒക്കെ വേറെയാണ്. ഇന്ത്യ 2026 അതിനേക്കാളും കൂടുതൽ സ്വരൂപിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. 440 ടൺ സ്വർണ്ണമാണ് റിസർവ് ബാങ്ക് കുറേ കാലങ്ങൾ കൊണ്ടേ മെയിൻറ്റെയിൻ ചെയ്ത് പോയിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് നമ്മൾ കയ്യിരിപ്പ് ശരിക്കും പറഞ്ഞാൽ 890 ടണ്ണാണ്. അത് 840 നമ്മുടെ ഉണ്ടായിരുന്നു. 50 കഴിഞ്ഞ മാസം റിസർവ് ബാങ്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 890. വേൾഡ് ഗോൾഡ് കൗൺസിൽ നമ്മളെപ്പോഴും നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ക്ലോസ്ഡ്, അത് നമ്മളുടെ കണക്ക് തീർത്ത അക്കൗണ്ടായിരിക്കും നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യുന്നതാണ് 840 ടൺ എന്ന് പറഞ്ഞത് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മാസം മേടിച്ചതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 890 ടണ്ണാണ് ഇന്ത്യയിലെ സ്വർണം റിസർവ് ബാങ്ക് കൈവശം വെച്ചിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഈ സ്വർണം കൂടുതൽ ഇങ്ങനെ കൈവശം വെക്കുന്നത്? അപ്പോൾ ഒരു സൈഡിൽ ഇപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഞാൻ ഇട്ട 2-3 വീഡിയോകളിൽ ഒരു വീഡിയോ സോവറൻ വെൽത്ത് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സോവറൻ വെൽത്ത് ഫണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോ, വരുന്ന ഒരു 1 മന്തിനകത്ത് തന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ന്യൂസ് മീഡിയയിലൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്യും. ഒരു സൈഡിൽ നമ്മളുടെ ഗവൺമെൻറ് മാർക്കറ്റ് ഷെയറിൽ ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് ഇൻകം ഉണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങൾ നോക്കുകയും, അതേപോലെ തന്നെ ഒരു സൈഡിൽ സ്വർണ്ണ നിക്ഷേപം വർദ്ധിപ്പിക്കുകയും, അതുപോലെ തന്നെ ഒരു സൈഡിൽ ഫോറിൻ റിസർവ് ഏറ്റവും കൂടുതൽ നാട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഗ്രോത്ത് ആണ്. ആ ഒരു ക്ലിയർ കട്ട് ഷോട്ട് ഇപ്പം മനസ്സിലായി. ഈ റോഡ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ ഒരു ഡേറ്റയാണ് ഞാൻ തരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നവർ എക്കണോമിക്സിലൊക്കെ കുറച്ച് പരിജ്ഞാനമുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഒരു ഗ്രോത്തിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഈ മൂന്ന് ഫണ്ടുകൾ ഇപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ ഈ ഫോറക്സ് നമ്മൾ 700 ബില്യൺ ക്രോസ് ചെയ്തത് അതൊരു അച്ചീവ്മെൻ്റ് ആണ്. അതേപോലെ സോവറൻ വെൽത്ത് ഫണ്ട് നമ്മൾ 50 ട്രില്യൺ നമ്മൾ ശേഖരിക്കുന്നുണ്ട്. അത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് അതിനകത്ത് റിട്ടേൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമ്മൾ ഗോൾഡ് നിക്ഷേപം നമ്മൾ കൂട്ടുന്നുണ്ട്. സ്വർണ്ണശേഖരം നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 10 വർഷത്തിന് മുമ്പ് നമ്മൾ 440 ടണ്ണാണ് നമ്മൾ റിസർവ് കയ്യിൽ വെച്ചിരുന്നത്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം വീണ്ടും നമ്മൾ അത് ഇൻക്രീസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ 890 ടണ്ണിലേക്ക് അതാക്കിയിരിക്കുകയാണ്. അല്ലെങ്കിൽ 740 കഴിഞ്ഞ 1.5 വർഷത്തിന് മുമ്പ് വരെ 740 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബ്രിട്ടനിൽ നമ്മൾ 500 ടൺ സ്വർണം നമ്മൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ വെച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് 100 ടൺ നമ്മൾ കഴിഞ്ഞ വർഷം എയർലിഫ്റ്റ് ചെയ്ത് എത്തിച്ചത് ഇന്ത്യയിലോട്ട്. കാരണം നമുക്ക് വെളിയിൽ വെക്കുന്നതിനോട് അത്ര ഇപ്പോൾ ഉള്ള ഗവൺമെൻറ്റിന് വെളിയിൽ സ്വർണം വെക്കുന്നതിനോട് അത്ര വലിയ യോജിപ്പില്ല. എന്നാലും പക്ഷേ ഈ ഇൻ്റർനാഷണൽ ട്രേഡിങ് കമ്മോഡിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് സ്വർണം എവിടെയെങ്കിലും ഫോറിനിൽ വെച്ചിരിക്കണം. കാരണം എന്നാലും നമുക്ക് ഈസി ആയിട്ടുള്ള ട്രേഡിങ്ങിന് അത് പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് അത് ബുദ്ധിമുട്ടാണ്. ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്കായാലും നമ്മൾ ഗ്ലോബലി വിസിബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റയിൽ നമുക്ക് ഇത്ര സ്വർണം നമ്മൾ കൊണ്ടുവച്ചിരിക്കുമ്പോൾ നമ്മൾ ഇൻറ്റർണൽ ഡേറ്റാസിനേക്കാളും കൂടുതൽ ആൾക്കാർ ട്രസ്റ്റ് ചെയ്യുന്നത് പുറത്തുള്ള കോമൺ പ്ലാറ്റ്ഫോമിൽ നമ്മൾ വെച്ചിരിക്കുന്ന സോളിഡ് ഡേറ്റാസാണ്. അപ്പോൾ അവിടെ നമുക്ക് ഒരു 400 ടൺ സ്വർണം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടെന്നുള്ളത് നമുക്കൊരു വാല്യൂ തന്നെയാണ്. അപ്പോൾ അത് വേറെ രീതിയാണ്. അത് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട GDPയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന പാത്ത് വളരെ കറക്റ്റാണ്. ഈ സ്വർണ്ണ നിക്ഷേപം കൂട്ടുന്നതിൻ്റെ കാരണം ബ്രിക്സിൻ്റെ കറൻസി, അതായത് ഇപ്പോൾ ഈ ഒക്ടോബറിൽ ബ്രിക്സ് സബ്മിറ്റ് നടക്കാൻ പോവാണ്. അപ്പോൾ ബ്രിക്സിൻ്റെ കറൻസി ഈ സ്വർണം ബേസ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ചൈനയാണ് വേൾഡിലെ 2ാം സ്ഥാനത്തിൽ സ്വർണം കയ്യിൽ വെച്ചിരിക്കുന്നത്. ഏതാണ്ട് 2150 ടണ്ണാണ് അവർ കയ്യിൽ വെച്ചിരിക്കുന്ന സ്വർണം. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മൾ നിയർ ഹാഫ് ആയിട്ടുള്ളൂ, 50% മുകളിൽ പോലും ആയിട്ടില്ല. അപ്പോൾ നമ്മൾ എത്രയും വേഗം കൂടുതൽ ഈ സ്വർണം കൈക്കിലാക്കുക എന്നുള്ളതാണ്, ഈ ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഇപ്പോഴത്തെ എയിം. നമ്മൾ കൂടുതലും സ്വർണം ഇമ്പോർട്ട് ചെയ്യുന്നത് UAE, സൗത്ത് ആഫ്രിക്ക, സ്വിറ്റ്സർലാൻഡ്, ഈ രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ സ്വർണം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. അതിൽ UAEയുമായിട്ട് നമുക്കൊരു ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഉണ്ട്. അതിൽ 10% UAE
നമുക്ക് കുറച്ച് തരും. ഗ്ലോബൽ മാർക്കറ്റിലുള്ള വിലയേക്കാളും 10% നമുക്ക് കുറച്ച് തരുന്നതാണ് UAE-യിലുള്ള എഗ്രിമെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ഇനി വരുന്നതൊക്കെ ഫെസ്റ്റിവൽ സീസൺസ് ആണ്. അപ്പോൾ ഈ സ്വർണ്ണത്തിന് ഡിമാൻഡ് കൂടുകയും ഇത് വില ഒരിക്കലും കുറയാൻ പോകുന്നില്ല സ്വർണ്ണത്തിന് ഈ ഒരു സീസണിൽ. ഇനി ഒരു 6-7 മാസത്തൊന്നും കുറയത്തില്ല, അത് ഉറപ്പാണ്. പിന്നെ ഈ ചെറിയൊരു കണക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 28.35 ഗ്രാമാണ് ഒരു ഔൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഫോറിനിലൊക്കെ ഔൺസാണ്, US-ലൊക്കെ ഔൺസാണ് കൂടുതലും കണക്കാക്കുന്നത്. അതെന്ന് പറയുമ്പോൾ ഏതാണ്ട് 24 ക്യാരറ്റ് ഗോൾഡ് ഒരു ഔൺസിൻ്റെ വില ഏതാണ്ട് 1.5 വർഷത്തിന് മുമ്പ് $1950 ആയിരുന്നു. അത് ഒരു 1.5 വർഷത്തിന് ഇപ്പുറം ഏതാണ്ട് $2640 ഒരു ഔൺസ് ഗോൾഡിൻ്റെ വില. അതായത് 28.35 ഗ്രാമിൻ്റെ വിലയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രമാത്രം ഈ വില ഫ്ലക്ച്വേഷൻസ് ആവുകയും ഇമ്പാക്റ്റ് പോസിറ്റീവായിട്ട് കൂടിക്കൊണ്ട് പോകുന്ന സാധനമാണ് ഈ സ്വർണ്ണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സ്വർണ്ണം നമ്മൾ കൂടുതൽ കരുതാനുള്ള തീരുമാനം ഉണ്ടാക്കുന്നത്. അല്ലാതെ തന്നെ സോളിഡ് ആയിട്ടുള്ള ഒരു അസറ്റായിട്ട് നമുക്ക് ഏത് നേരത്തെ നമുക്കൊരു ഗ്യാരണ്ടിക്ക് അത് വളരെ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. 2024-25 ഈ ഫിസിക്കൽ ഇയറിൽ 200 ടൺ സ്വർണം ഈ റീറ്റെയിൽ മാർക്കറ്റിലുള്ള ബിസിനസ് ഹോൾഡേഴ്സിന് ഇമ്പോർട്ട് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻറ്റയർ ഇന്ത്യയിലുള്ള ഈ പെർമിഷനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കടക്കാർക്ക് വേണ്ടിയിട്ടുള്ള പെർമിഷൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ സ്വർണ്ണം ഇറക്കുമതി ചെയ്യുന്ന ആൾക്കാർ കേരളത്തിലാണ് കേട്ടോ. കേരളമാണ് സ്വർണ്ണത്തിലെ നമ്പർ 1. അത് ഡൊമസ്റ്റിക് പർച്ചേസ് ആയിക്കോട്ടെ, ഏത് രീതിയിലായിക്കോട്ടെ, കേരളമാണ് നമ്പർ 1 ഇന്ത്യയിൽ. അത്രമാത്രം സ്വർണ്ണ പ്രേമികളാണ് നമ്മുടെ നാട്ടുകാർ. നിലവിൽ ഇന്ത്യ 8th പൊസിഷനാണ് ഹോൾഡ് ചെയ്യുന്നത്. സ്വർണം കീപ്പ് ചെയ്യുന്നതിൽ ഇന്ത്യ 8th പൊസിഷനാണ് ഹോൾഡ് ചെയ്യുന്നത്. നമ്പർ 1 US തന്നെയാണ്, രണ്ടാമത്തെ പൊസിഷൻ ചൈനയാണ്. പിന്നെ ഗ്രാജുവലി സ്വിറ്റ്സർലാൻഡ് അങ്ങനെ കുറേ കൺട്രീസൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ 8th പൊസിഷനാണ്. നമ്മൾ എന്തായാലും കൂടുതൽ ഇതിനകത്ത് ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് സ്വർണം പർച്ചേസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉള്ളത് RBIക്ക് മാത്രമാണ്. ഇപ്പോൾ റിസർവ് ബാങ്കാണ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. വളരെ സുതാര്യമായിട്ടാണ് കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് അതിനകത്ത് വേറെ ഡിസ്കഷൻസിനോ അല്ലെങ്കിൽ ഡൗട്ട്സിനോ വല്ല കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം നമുക്ക് നിലവിലിപ്പം 3 കാര്യങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. ഒന്ന്, നമ്മളുടെ ഇന്ത്യ 700 ബില്യൺ ക്രോസ് ചെയ്തിരിക്കുകയാണ് ഫോറക്സിൽ. വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. രണ്ടാമത് നമ്മൾ 890 ടൺ സ്വർണം ഇന്ത്യയിൽ നിക്ഷേപമാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്, ഉയർത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. 3, സോവറൈൻ വെൽത്ത് ഫണ്ട്. ഇത് 3ഉം കൂടെ ഇന്ത്യയെ ഗ്രോത്തിലേക്ക് നയിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. റിസർവ് ബാങ്ക് വളരെ കീനായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഈ ഒരു യുദ്ധത്തിൻ്റെ ഒരു ഭീഷണിയൊക്കെ റിസർവ് ബാങ്ക് വളരെ നല്ല രീതിയിൽ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചായിരിക്കും ഗവൺമെൻറ്റിൽ എന്തെങ്കിലും RBIയിൽ മാറ്റങ്ങൾ വരുന്നെങ്കിൽ ഇന്ത്യക്കകത്ത് ഉണ്ടാകാൻ പോകുന്നത്. മറ്റുള്ള രാജ്യങ്ങൾ, അതായത് US പോലത്തെ രാജ്യങ്ങളൊക്കെ ഈ ഇൻട്രസ്റ്റ് റേറ്റിലും അല്ലാതെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിലൊക്കെ ഒരുപാട് ഫ്ലക്ച്വേഷൻസ് വരുത്തി കഴിഞ്ഞു. കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. പക്ഷേ ഇന്ത്യയിൽ നിലവിൽ ഒരു മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. ഇന്ത്യൻ എക്കണോമി വളരെ സ്റ്റഡി ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെന്നുണ്ടെങ്കിൽ ഫുഡ് ആൻഡ് ഓയിലിൽ ചെറിയ ഇൻഫ്ലേഷൻ കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു മിഡിൽ ഈസ്റ്റ് ക്രൈസിസിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് പറയുന്നത്. രണ്ടാമത്, ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും വരാനില്ല. പിന്നെ അടുത്ത ഏതെങ്കിലും അഥവാ ഇനി ഈ ക്രൈസിസ് കൂടുതൽ രൂക്ഷമാകണമെന്നുണ്ടെങ്കിൽ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിൽ ചെറിയ വ്യത്യാസം വരാനുള്ള സാധ്യതയും ഉണ്ട്. ഇത് ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളാണ്. ഈ ഒരു ചെറിയ അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഇന്ത്യ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. തുടർന്ന് നിങ്ങൾ വീഡിയോസ് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.